ഹായ് പീപ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇറ്റ്സ് മീ തസ്നേ സുബൻ. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ നായിക ഇങ്ങനെ അവൻ്റെ റൂമിൽ ചെന്ന് ബെല്ലടിക്കും കേട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് അവൻ ഡോർ തുറക്കുമ്പോഴത്തേക്കും അവളാകെ ഷോക്കായി പോട്ടോ. അപ്പോഴത്തേക്കും അവനിങ്ങനെ ഷർട്ടൊന്നും ഇട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും അവൾക്ക് എന്തൊക്കെയോ ഒരു ഷെയിം പോലെ തോന്നിയിട്ട് അവളിങ്ങനെ ഫയലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും അവൾ ബോസിനെ കാണുമ്പോഴത്തേക്ക് ഹായ് ബോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ ചോദിക്കും നീ എന്താ ഇവിടെ എന്നൊക്കെ എന്നെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ പറയും ഇതുപോലെ ബോസിൻ്റെ ഫ്രണ്ട് ഇതുപോലെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അവന് കുറച്ച് വർക്ക് ഉണ്ട്, അതുകൊണ്ട് അവൻ പോയി എന്നൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയും അവൻ നിന്നെ വർക്ക് ചെയ്യിപ്പിച്ചു, അങ്ങനെയെന്നുണ്ടെങ്കിൽ അവനെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ പറയും അയ്യോ വേണ്ട ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അവൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കൈവയ്ക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ അവളിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും. എന്നിട്ട് അവൾ പെട്ടെന്ന് അടുത്ത് മാറ്റും. എന്നിട്ട് അവനിങ്ങനെ അവളുടെ കൈ കയറി പിടിച്ചിട്ട് പറയും വാ എങ്കിൽ ഞാൻ ഡോക്യുമെൻറ്റ്സിലൊക്കെ സൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളെയും പിടിച്ചിട്ട് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടോ. അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പോലെ തോന്നും കേട്ടോ. അവളുടെ കയ്യിലിരിക്കുന്ന എല്ലാം താഴെ ഇങ്ങനെ വീഴും. അവൾക്കാണെങ്കിൽ കൈയും കാലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഷിവർ ചെയ്തിട്ട് അവൾക്ക് പേടിയിട്ട് നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഹീറോ അവളുടെ അടുത്തോട്ട് ഇങ്ങനെ വരും കേട്ടോ. അടുത്തോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവൾക്ക് എന്തൊക്കെയോ പോലെ തോന്നിയിട്ട് അവൾ ആ ഫയൽ കൊണ്ടിട്ട് അവൻ്റെ മേത്തിനെ ടച്ചാക്കിയിട്ട് പറയും ഇതാണ് ഡോക്യുമെൻറ്റ്സ്, ഇതൊന്ന് സൈൻ ചെയ്യാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഓരോ ഡോക്യുമെൻറ്റ്സൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ സൈൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഡോക്യുമെൻ്റ് അവന് കണ്ടുപിടിക്കുക. അതായത് അവളുടെ റെസിഗ്നേഷൻ ലെറ്റർ ആയിരിക്കും കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും അവന് ഭയങ്കരമായിട്ട് ദേഷ്യമാവും കേട്ടോ. അപ്പോഴത്തേക്കും അവളടുത്ത് മറുപടി പറയും ഇതിപ്പോൾ നോക്കണ്ട എന്നുള്ള രീതിയിൽ അവളുടെ അടുത്ത് മാറ്റും കേട്ടോ. എന്നിട്ട് അവൻ ഇങ്ങനെ പറയും എനിക്ക് ഈ വർക്ക് മാത്രമല്ലേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ നീ പൊക്കോളാനൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ പറയും എനിക്ക് ആദ്യം നിങ്ങളുടെ ശരീരം നോക്കണം, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് ഫുഡ് കഴിക്കണം എന്നിങ്ങനെ പറയട്ടെ, എന്നിട്ട് വർക്ക് ചെയ്താൽ പറയുമ്പോഴത്തേക്കും അവൻ പറയും ഇല്ല ആദ്യം വർക്ക് അതിന് ശേഷം ബാക്കിയുള്ളതെന്നൊക്കെയുള്ള രീതിയിൽ ബോസ് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ പറയും അല്ലെങ്കിലും ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ നേരില്ലല്ലോ, നിങ്ങളല്ലെങ്കിലും ഇങ്ങനെയല്ല എന്നുള്ള രീതിക്കൊക്കെ അവളിങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അത് ഒരെണ്ണം ഒരു ഡോക്യുമെൻ്റ് ചെറുതായിട്ട് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ശരിയാക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും അത് ഞാൻ ചെയ്തോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയും വേണ്ട ഇത് പ്ലോ ഇല്ല ആ ലീഡർ ആ പെൺകുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അവൾ ചോദിക്കും ഞാനല്ലേ നിങ്ങളുടെ സെക്രട്ടറി, പിന്നെ എന്തിനാണ് അവളെ കൊണ്ട് ചെയ്യിക്കുന്നത്, എന്നാൽ പിന്നെ അവളെ സെക്രട്ടറി ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പോകും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നിൽക്ക് സോറി എന്നൊക്കെയുള്ള രീതിയിലും അവനിങ്ങനെ വേഗം ചെന്നിട്ട് നോനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ അവളെ പിടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് രണ്ടാളും കൂടി തറയിലേക്ക് വീഴും കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ അവൻ്റെ മേത്ത് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും അവളിങ്ങനെ രണ്ടാളും കൂടി കിസ് ചെയ്യാൻ പോകുന്ന പോലെയാണ് കേട്ടോ കാണിക്കുന്നത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഹീറോയിൻ്റെ ഒരു തോന്നലായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഇവനിങ്ങനെ ചോദിക്കും എന്താ നീ കാണിക്കുന്നത്, നീ എന്താ വല്ല കുടിച്ചിട്ടുണ്ടോ, ഡ്രിങ്ക്സ് വല്ലതും കഴിച്ചിട്ടുണ്ടോ, നീ എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, നീ എന്താ ആലോചിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അവനിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൾ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം എണീക്കും കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ ലാസ്റ്റ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ബോസ് ഇങ്ങനെ ചോദിക്കും നിനക്ക് ഈ വർക്ക് റിസൈൻ ചെയ്യണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും എനിക്ക് റിസൈൻ ചെയ്യണമെന്നുണ്ട്, കാരണം എനിക്ക് ഇതിനകത്തൊരു തൃപ്തി തോന്നുന്നില്ല, ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവളിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ബോസ് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല, എനിക്ക് ഇതിന് മുന്നേ പറയണം എന്നുണ്ടായിരുന്നു, നീയാണ് നമ്മുടെ കമ്പനിയിലെ എല്ലാ ഗേൾസിനെ പറ്റി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത്, നീ ടാലൻറ്റഡ് ആണ്, അതുകൊണ്ടാണ് നിനക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലായിട്ട് തരുന്നതെന്നൊക്കെയുള്ള രീതിയിൽ അവനിങ്ങനെ അവളെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവൾക്ക് സന്തോഷമായിട്ട് അവളിങ്ങനെ മൂക്കിലൊക്കെ ഇങ്ങനെ തടവിട്ട് ഇതാണ് ഞാൻ ഇത്ര നാൾ ആഗ്രഹിച്ചെന്നുള്ള മട്ടിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് അവൻ ചോദിക്കും നീ എന്തിനാണ് ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ വൈപ്പ് ചെയ്യുന്നത്, എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയുമേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇടയ്ക്കിങ്ങനെ നെർവസൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ മൂക്കിൽ വെക്കാറുണ്ട്, അതെൻ്റെ ശീലമാണ് എന്നുള്ള രീതിയിൽ ഓട്ടോമാറ്റിക്കലി എനിക്കതങ്ങനെ വന്ന് പോകുന്നതാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൻ പറയും ഇത് നല്ല രസമുണ്ട്, നീ ചെയ്യുമ്പോഴത്തേക്കും നേരെ ക്യൂട്ടായിട്ടാണ് തോന്നുന്നതെന്നുള്ള രീതിയിൽ അവനിങ്ങനെ അവളെ പൊക്കി പറയും കേട്ടോ. അപ്പോഴത്തേക്ക് അവൾക്കാണെങ്കിൽ ആകെ ചമ്മലായിട്ട് എന്തൊക്കെയോ പോലെ തോന്നിയിട്ട് അവളിങ്ങനെ അവനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പെട്ടെന്ന് അവളിങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ ചോദിക്കും ബോസ് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം, ഞാൻ സൂപ്പ് എടുത്തിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ എണീറ്റ് പോകാൻ പോകും കേട്ടോ. അപ്പോഴത്തേക്കും ഹീറോ പറയും ഒരു നിമിഷം അവിടെ ഇരിക്കുക, എനിക്കൊരു കാര്യം പറയാനുള്ള രീതിയിൽ തന്നെ പറയും കേട്ടോ. എന്നിട്ട് പറയും ഞാൻ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു മാർക്കിൻ്റെ ആ ഒരു വിഷയത്തിൽ, അതെന്ന് വെച്ചാൽ എനിക്ക് നിന്നോട് ആരെ ക്ലോസ് ആയിട്ട് പെരുമാറുന്നതും ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നതും ഇഷ്ടമല്ല, എനിക്ക് തന്നെ ആ സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ടിട്ട് നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുക എന്നുള്ള രീതിയിൽ അവനിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയുമ്പോൾ അത് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞിട്ട് അവളിങ്ങനെ സൂപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും.
പിന്നെ സീൻ വരുന്നത് അവരുടെ ഓഫീസിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ഗേൾ ഇങ്ങനെ എൻട്രി ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്, റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ വിളിച്ച് പറയും, ഹേ റെയ്ന, നിങ്ങൾ തായ്ലൻഡിലല്ലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്, എനി ഗുഡ് ന്യൂസ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നതാണ് കേട്ടോ കേൾക്കുന്നത്. എന്നിട്ട് ആ ഗേൾ ഇങ്ങനെ അവരോട് സംസാരിച്ചിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ സീൻ വരുന്നത് നമ്മുടെ ഹീറോയിലേക്കാണ് കേട്ടോ. ഹീറോയ്ക്ക് അവിടെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് സൂപ്പ് കുടിക്കണം കേട്ടോ. അപ്പോൾ ആ സൂപ്പ് കുടിക്കുമ്പോഴത്തേക്കും അവരുടെ ഫീൽ ആവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചോദിക്കും, എന്താ സൂപ്പ് കൊള്ളത്തില്ല എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, ഇല്ല സൂപ്പ് നന്നായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയും, ഇതിന് മുന്നേ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇത് കുടിക്കുന്നത്, ഇതിന് മുന്നേ എനിക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഒരാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു, അതിനെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തത് അങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് അവൾ ചോദിക്കും, ആരുടെ അതെന്നുള്ള രീതിയിൽ അവൾ ചോദിക്കും, ആരാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, അതെൻ്റെ അമ്മയാണ്. 15 വയസ്സായപ്പോഴത്തേക്കും, എനിക്ക് 15 വയസ്സായപ്പോഴത്തേക്കും എന്താണ് അമ്മ വേറൊരു കല്യാണം കഴിച്ചു, അതിന് ശേഷം ഞാൻ എന്താണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഇത്രയൊന്നും ഇങ്ങനെ എനിക്ക് ആരും ഉണ്ടാക്കി തന്നിട്ടില്ല, അതുകൊണ്ട് കുറേ നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ കുടിക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അവൻ ചോദിക്കും, നീ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും, ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പഠിച്ചെന്നുള്ള രീതിയിൽ അവളിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയുമ്പോൾ ഞാനിനി ആവശ്യപ്പെടുമ്പോഴൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാൻ ചോദിക്കുമ്പോഴത്തേക്കും പറയും, അതുണ്ടാക്കി തരാം, നീ ആദ്യം ഇത് കുടിക്കുക, അല്ലെങ്കിൽ ഇത് തണുത്തു എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയും, എന്നാൽ നീ എനിക്ക് വാരിത്തരം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവൾ ഓക്കെ, നിനക്കിപ്പോൾ വയ്യാതിരിക്കുന്നത് കൊണ്ടിട്ട് ഞാൻ വാരിത്തരം എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഊതി 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 കൊടുക്കുമ്പോഴത്തേക്കും അവൻ പറയും ചൂടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അവൻ പിന്നെയും അവൾ പിന്നെ ഇങ്ങനെ ഊതി ഊതി കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അവനിങ്ങനെ എണീറ്റിട്ട് അവനിങ്ങനെ അവളുടെ കവളത്തിങ്ങനെ കിസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും അവളാകെ ഷോക്കായി പോട്ടോ. അപ്പോഴത്തേക്കും അവൾ, ഹേ ബോസ്, എന്താ നിങ്ങൾ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നിൽക്കട്ടെ. അവൾക്ക് ആകെ എന്തൊക്കെയോ പോലെയാവും. അവനപ്പോഴും അവൾ എന്നിട്ട് കൊടുക്കാനുള്ള രീതിയിൽ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ വീണ്ടും എണീറ്റ് വന്നിട്ട് പിന്നെയും കിസ് ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കുള്ള ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ലേക്ക് കിട്ടും. അപ്പോൾ അവൾക്ക് സമാധാനമാവും, അയ്യോ രക്ഷപ്പെട്ടല്ലോ ദൈവം എന്നുള്ള രീതിയിൽ സമാധാനമാവട്ടെ. എന്നിട്ട് അവൾ പറയും, ഞാൻ പോയി നോക്കാം, ആരാന്ന് പോയി നോക്കാമെന്നുള്ള രീതിയിൽ അവൾ അവിടെ നിന്ന് എണീക്കും കേട്ടോ. എന്നിട്ട് അവൾ എണീറ്റ് പോയി നോക്കാൻ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും കാണുന്നത് മറ്റേ മിസ് റേന ഇല്ലേ, ആ പുള്ളിക്കാരി ആയിരിക്കും കേട്ടോ. ആ പുള്ളിക്കാരി ചോദിക്കും, ഇത് കോച്ചിൻ്റെ റൂമല്ലേ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും അതേന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും കോച്ചിൻ്റെ കാണും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഇവളെന്തെങ്കിലും ഇങ്ങനെ പോയി ഹഗ് ചെയ്തിട്ട് പറയും, അപ്പോഴത്തേക്കും അവനെ ചോദിക്കും, നീ എന്താ ഇവിടെ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആൾ പറയും, ഞാൻ എൻ്റെ ഓഫീസിൽ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഇല്ലയെന്ന് അറിഞ്ഞു, നിനക്ക് വയ്യാന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നേരിട്ട് വന്നിയാന്ന് പറയും കേട്ടോ. എന്നിട്ട് ചോദിക്കും, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിൽ പോകും, നല്ല ചൂടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ പറയും അതൊന്നും വേണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും. എന്നിട്ട് അവൻ പറയും, ഞാൻ മെഡിസിനൊക്കെ എടുത്തപ്പോൾ കുഴപ്പമില്ല, നീ ഫുഡ് കഴിച്ചോന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ നമ്മുടെ ഹീറോയിനെ പരിചയപ്പെടുത്തി കൊടുക്കും, ഇതാണ് ന്യൂമിനിയും എൻ്റെ സെക്രട്ടറി ആണെന്നുള്ള രീതിയിൽ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബോസ് ഹീറോയിനെ ഈ പെണ്ണിനെ പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നെ പറയും, ഇതാണ് മിസ് റേന, എൻ്റെ പാരൻറ്റ് കമ്പനിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അവളിങ്ങനെ ഹായ് മാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ വണങ്ങും കേട്ടോ. എന്നിട്ട് അവൾ എന്ത് ചെയ്യും, അതിനെ ഷോ ഒക്കെ കാണിച്ചിട്ട് അടുക്കളയിൽ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറയും, എന്താണ് നീ എന്തായാലും വയ്യാത്തോണ്ട് കുളിച്ചിട്ട്
ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും ഓക്കെയാണ് സാർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കോച്ച് ഇങ്ങനെ പറയും നമ്മുടെ മിസ് റേനക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റൂം നീ സെറ്റപ്പ് ചെയ്യണം, ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും റേന വന്നിട്ട് പറയും അതിൻ്റെ ആവശ്യമില്ല, എന്താണ് ഞാൻ നിൻ്റെ കൂടെ തന്നെയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും കേട്ടോ. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ഞാനിൻ്റെ കോച്ചിൻ്റെ റൂമിൽ തന്നെയാണ് സ്റ്റേ അടിക്കാൻ പോകുന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ട് പറയും എനിക്കും കൂടി ഒരു കോഫി ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിനോട് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവൾക്ക് ആകെ എന്തൊക്കെയോ പോലെ തോന്നിട്ടോ. എന്നിട്ട് അവളിങ്ങനെ കോഫി ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഫീസിലെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറയും റേന ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അവൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു മോഡലാണ്, അവളുടെ ഒപ്പം എത്താൻ ആർക്കും പറ്റില്ല, അതിൻ്റെ റിച്ച് ബാക്ക്ഗ്രൗണ്ട് ആണെന്നൊക്കെ തന്നെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവൾക്ക് തോന്നി ഇവരെന്താണ് എന്നെ ഒരുമാതിരി ആക്കുന്ന പോലെ തോന്നിയിട്ട് അവൾ വേഗം കോഫിയും കൊണ്ടിട്ട് ബോസിൻ്റെ റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കാണുന്നത് ഇവർ രണ്ടുപേരും എന്നെ കിസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതും കൂടി കാണുമ്പോഴത്തേക്കും അവളാകെ തകർന്നു പോകും. കാരണം അവൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചയായിരിക്കും അവിടെ കാണുന്നത്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാൻ മറക്കണ്ട. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ് സൈനിങ് ഓഫ് ഇൻട്രോ വേൾഡ്.